അർജുൻ ശ്രീതു ബിഗ് ബോസ് മലയാളം സീസൺ 6. എന്നാ അർജുൻ, ഞാൻ മാറിയ പോലെ തോന്നുന്നുണ്ടോ? ഇന്നലെ രാത്രി അർജുനും ശ്രീതുവും സംസാരിക്കുന്ന ആ ഒരു സംഭാഷണങ്ങളും അതുപോലെ തന്നെ എന്തൊക്കെയാണ് ഇവർ സംസാരിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാൻ പോകുന്നത്. ഇപ്പൊ തന്നെ ഒരു ലൈക്ക് രേഖപ്പെടുത്തുക. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ പതിവ് പോലെ തന്നെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യാം. എന്തായിരുന്നു ഇന്നലെ രാത്രി ഇവർ സംസാരിച്ചത്, അതുപോലെ തന്നെ കുറെ നേരം സംസാരിച്ചോ, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ എന്തായാലും ഇന്നലെ ഇവരുടെ ഇന്നലെ ഇവർ ഭക്ഷണം കഴിക്കുന്ന കാര്യങ്ങളെല്ലാം ഒരുമിച്ചൊക്കെ തന്നെയായിരുന്നു. ഡിന്നർ, ഉച്ചയ്ക്കൊക്കെ ആണെങ്കിലും ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ആ ഒരു ഇവര് മീൻസ് ആ ഒരു ബോണ്ട് അവിടെ നല്ല രീതിയിൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഈവൻ ഇന്നലെ ടാസ്കിലൊക്കെ ആണെങ്കിലും എല്ലാവരും മീൻസ് അങ്ങനെ ചെയ്യുന്നൊക്കെ അർജുൻ ശ്രീധുവിനോട് പറയുന്നതും എല്ലാം നമ്മൾ ആ ഒരു ഇന്നലെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്നലെ രാത്രി ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഇവർ ആ ഡിന്നർ ടേബിളിന്റെ അവിടെ നിന്ന് കുറച്ചു നേരം സംസാരിക്കുന്നുണ്ട്. അതായിരുന്നു ഇന്നലെ ലൈവിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത്. സോ അർജുൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു, എനിക്ക് എവിടെന്നെങ്കിലും ഈ കോമ്പറ്റീഷനിൽ റിജക്ഷൻ അങ്ങനെ കാര്യങ്ങൾ എന്തെങ്കിലും റിജക്ഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടോ എന്നുള്ള രീതിയിൽ ശ്രീധുവിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പം അന്ന് പറഞ്ഞ പോലെ ആ ഒരു പ്രൊജക്റ്റിൽ റീപ്ലേസ് ചെയ്ത് എന്ന് പറയുന്നത്. അപ്പം ശ്രീധു പറയുന്നുണ്ടായിരുന്നു, ഞാനൊരു റിയാലിറ്റി ഷോയിലൊക്കെ റണ്ണറപ്പ് ആയിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു. റിയാലിറ്റി ഷോയിന്റെ പേര് അവിടെ ബീപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്തായാലും റിയാലിറ്റി ഷോയിലൊക്കെ ഞാൻ റണ്ണറപ്പ് ആയിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അർജുൻ ചോദിക്കുന്നുണ്ടായിരുന്നു, ആ ടൈമിൽ എന്ത് തോന്നി? ഇവരുടെ ഈ ഒരു ടോക്ക് എന്ന് പറയുന്നത് ഈ പ്രാവശ്യത്തെ എവിക്ഷനെ സംബന്ധിച്ചിടത്തോളം തന്നെയാണ്. രണ്ടുപേർക്കും ഭയം എന്നുള്ള രീതിയിലല്ല, ഏകദേശം തോന്നി തുടങ്ങിയിരിക്കുന്നു പോകും, ഒരാളോ അല്ലെങ്കിൽ രണ്ടാളോ ഈ എവിക്ഷനിൽ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നുള്ള രീതിയിൽ തോന്നി തുടങ്ങിയിട്ടുണ്ട്. സോ ഇപ്പം തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻസിന് വോട്ട് ചെയ്യുന്ന കാര്യം മറക്കാണ്ടിരിക്കുക. ഇന്ന് ലാസ്റ്റ് ഡേറ്റ് ആണ്. സോ എല്ലാവരും കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വ്യക്തിക്ക് തന്നെ വോട്ട് കൊടുക്കുക കേട്ടോ. എന്നാലേ അവർ ബിഗ് ബോസ് ഹൗസിൽ തുടർന്നുള്ള 25 ദിവസവും കാണുള്ളൂ. സോ ഇന്ന് 75-ാം തടയാണ്. സോ എന്തായാലും നമുക്ക് നോക്കാം ഇനി ആ ടൈമിൽ എന്ത് തോന്നിയെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പം ശ്രീ പറയുന്നത് എല്ലാം നമ്മളെ നോക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ അർജുൻ പറയുന്നുണ്ടായിരുന്നു, എല്ലാം ഇങ്ങനെ തന്നെയാണ്. ഇപ്പം ഈ ഒരു 3 മാസം നമ്മളെ ഇതിലേക്ക് നിന്നു, ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് ആ രീതിയിൽ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും എന്നുള്ള രീതിയിൽ അർജുനും ശ്രീതുവും സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ശ്രീതു പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, എനിക്ക് പേഴ്സണലി ഇപ്പം ഞാൻ ഔട്ട് ആവണം എന്നുള്ള ടൈം ആയി എന്ന് തോന്നുന്നില്ല. ഇവിടെ പല രീതിയിൽ ഗെയിം കളിക്കുന്ന അല്ലെങ്കിൽ നമ്മളെക്കാട്ട് മുന്നേ പോകണം അല്ലെങ്കിൽ പോകേണ്ടവരുണ്ട് എന്നുള്ള രീതിയിൽ അർജുനോട് ശ്രീതുവോടെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ പലരും പല ഇതാണ് ഹെൽപ്പ് ചെയ്യുന്നവരുണ്ട്. അതായത് ചിലർ ജയിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അതായത് പെർട്ടിക്കുലർ പേഴ്സണിന് വേണ്ടി ഇങ്ങനെ വർക്ക് ചെയ്യുന്നവരും പോലെ ഈ ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടെന്നൊക്കെ തോന്നുന്നുണ്ടായിരുന്നു. അപ്പം അർജുൻ പറയുന്നുണ്ടായിരുന്നു, നോമിനേഷൻ ചിലവർക്ക് ലക്കും ചിലവർക്ക് അൺലക്കും ആവാന്ന് പറയുന്നുണ്ടായിരുന്നു. അതായത് ഇവർക്ക് മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു ഇനിയിപ്പോ ഏറ്റവും വീക്ക് അല്ലെങ്കിൽ ആ രീതിയിൽ അല്ലെങ്കിൽ പോപ്പുലർ ഫേസ് അല്ലാത്ത ഒരാൾ എന്നൊക്കെ ഉള്ള രീതിയിൽ നോക്കുമ്പോൾ അർജുൻ ആണെങ്കിലും ഒരു പോപ്പുലർ ഫേസ് ഒന്നുമല്ല. ബാക്കിയുള്ളവരൊക്കെ നോക്കുകയാണെങ്കിൽ ഏഷ്യാനെറ്റിന്റെ പ്രൊഡക്ട്സ് ഉണ്ട്, പിന്നെ ബാക്കി അവരൊക്കെ കുറച്ച് ഫേമസ് അല്ലെങ്കിൽ ആണ്. പക്ഷെ അർജുനൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു ന്യൂ ഫേസ് ആണ് ജനങ്ങളിലേക്ക് വരുന്നത്. സോ എത്രത്തോളം ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് ഇതുണ്ടാവും. അപ്പം ഈ ഒരു നോമിനേഷനിൽ ഇപ്പം നന്ദന അല്ലെങ്കിൽ നോറ ഇവരൊക്കെ വരികയാണെങ്കിൽ ഇവരുടെ റിസ്ക് ഫാക്ടർ കുറഞ്ഞു കിട്ടുമായിരുന്നു. അതായത് റിസ്ക് ഫാക്ടർ എന്ന് വെച്ചാൽ അവർക്ക് വോട്ട് കുറയാനുള്ള സാധ്യത ഉണ്ടാവും. അവർ പോവും എന്നുള്ള രീതിയിലല്ല എക്സാക്ട് പറയുന്നത്, പക്ഷെ റിസ്ക് ഫാക്ടർ കുറഞ്ഞു കിട്ടായിരുന്നു. അതൊക്കെ ആയിരിക്കും ഇവർ ചിന്തിക്കുന്നത്. ഓക്കെ, അപ്പം ചിലർ അതിൽ ബലിയാടാവാം, ഈ നോമിനേഷനിൽ ചിലർ അതിനകത്ത് ബലിയാടാവാം എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. ഓക്കെ, ലക്ക് കുറെ ഫാക്ടേഴ്സ് ഉണ്ട് എന്നൊക്കെയുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. ചില ലെക്ക് കാര്യങ്ങളായിരിക്കുന്ന ലെക്കിനാണ് ഇവിടെ കുറച്ച് പ്രാധാന്യം എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പം ശ്രീതു പറയുന്നുണ്ടായിരുന്നു, ഇതൊരു റിയാലിറ്റി ഷോ അല്ലേ, അപ്പം അതായത് ജെനുവിൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ഉണ്മയായിട്ടുള്ള ആൾക്കാര് ഉണ്മയി പൊഴി ഏതാന്ന് മക്കൾ മനസ്സിലാക്കണ്ടേ, ഫേക്ക് ആകുന്ന ആൾക്കാരെ കാണുന്ന പോലെ തോന്നുന്നുണ്ട്. അപ്പം എന്നാ ഇത് എന്നൊക്കെ ചിന്തിക്കാറുണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനിവിടെ ഒറിജിനലായിട്ടുള്ള ആൾക്കാരെ അങ്ങനെ ആ ഒരു ഒറിജിനാലിറ്റി ഉള്ള ആൾക്കാർ വിൻ ചെയ്യണം എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നുള്ള രീതിയിൽ ശ്രീതുവോടെ പറയുന്നുണ്ടായിരുന്നു. ജനങ്ങൾ ഏമാത്ത കൂടാതില്ലേ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. റിയൽ ആയിട്ടുള്ള ഒരാള് ട്രോഫി വാങ്ങണം എന്നുള്ള രീതിയിലൊക്കെ ശ്രീതുവോടെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പം അർജുൻ ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു, അത് ഓരോരുത്തരുടെ കാഴ്ചപ്പാടനുസരിച്ചാണ്. അതായത് ഇപ്പം ജെനുവിൻ നമുക്കിപ്പോൾ ഫേക്ക് അങ്ങനെ കാര്യങ്ങളൊക്കെ തോന്നുന്ന ആൾക്കാർക്ക് ഇപ്പൊ ജനങ്ങൾക്ക് അതൊരു ഫേക്ക് എന്നുള്ള രീതിയിൽ തോന്നാണ്ടിരുന്നു കഴിഞ്ഞാൽ തന്നെ അവരുടെ ആ ഒരു ഗെയിം അല്ലെങ്കിൽ അവരാ വിചാരിച്ച ആ ഫേക്കായിട്ട് നിന്ന ആൾ വിചാരിച്ച ഒരു റിയൽ ഗെയിമർ, അവരെ നമുക്ക് റിയൽ ഗെയിമർ എന്നൊക്കെ വിളിക്കാമെന്ന് പറയുന്നില്ലേ. അപ്പം ശ്രീതു പറയുന്നത് വിന്നറിന് ഒരു ക്വാളിറ്റി വേണമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അവര് നല്ല ഗെയിമർ ആയിരിക്കും എന്ന് പറയുന്നത്. അതായത് ഒരാൾ ഫേക്ക് ചെയ്ത് ജനങ്ങളെ അവരെ സപ്പോർട്ട് ഇതാക്കി അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ അത് അയാളുടെ
അയാളൊരു ഗെയിമർ എന്ന് പറയുന്ന പെർസ്പെക്റ്റീവിൽ അടിപൊളിയായിരിക്കും എന്ന് പറയുന്നതാണ്. സോ കാണുന്ന മക്കൾ നമ്മളെ മനസ്സിലാക്കിയാൽ മതി എന്നുള്ള രീതിയിൽ അവിടെ ശ്രീതു പറഞ്ഞു വെക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷമാണ് ഈ ഒരു ടോക്ക് വരുന്നത്. എന്നാച്ച് അർജുൻ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പം പറയുന്നുണ്ടായിരുന്നു, ശ്രീതു പറയുന്നുണ്ടായിരുന്നു, ഞാൻ മാറിയ പോലെ ഉണ്ടോ, ചിലർക്ക് അങ്ങനെ തോന്നി എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പം അർജുൻ എനിക്ക് തോന്നിയോ? അപ്പം അർജുൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ചിലരങ്ങനെ പറഞ്ഞു എന്നൊക്കെയുള്ള രീതിയിൽ. അത് അന്ന് ഞാൻ പറഞ്ഞല്ലേ, അല്ല അതല്ല, സായി ഇങ്ങനെ ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു, അതുപോലെ തന്നെ സിജു അങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു, പിന്നെ ശ്രീതു അവിടെ പറയുന്നുണ്ടായിരുന്നു. സോ പിന്നെ അർജുൻ അതായത് സിജുവിന്റെ പേര് പറഞ്ഞപ്പോൾ നിങ്ങളുടെ ഗെയിമിങ്, അതായത് ഗെയിം പ്ലാൻ നടത്തുന്ന ടീം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അർജുൻ സിജുവിനെ പറയുമ്പോൾ നിങ്ങളുടെ ഗെയിം പ്ലാൻ നടത്തുന്ന ടീം എന്നുള്ള രീതിയിൽ സിജുവിനെ പറയുന്നുണ്ടായിരുന്നു. അപ്പം അർജുൻ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ ഇതുവരെ ഗെയിം പ്ലാൻ എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ ശ്രീ എക്സ്പ്ലനേഷൻ വേണ്ട, ഓക്കെ. പിന്നെ ചെരുപ്പിന്റെ കാര്യമൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അതായത് ഇത് ഇതുവരെ ഇടാത്ത ചെരുപ്പാണെന്നൊക്കെയുള്ള രീതിയിൽ അർജുൻ അവിടെ ചോദിക്കുന്നുണ്ടായിരുന്നു. അത് പുതിയതാണെന്നൊക്കെ ചോദിക്കുന്നു. അപ്പം ഉണ്ടായിരുന്നു, ഇടാത്തയാണ്, ഞാൻ റെഡിൽ കുറച്ച് അട്രാക്റ്റഡ് ആയിപ്പോയി എന്നൊക്കെയുള്ള രീതിയിൽ പറയുന്നു. അപ്പൊ അമ്മ വന്ന് പറഞ്ഞാന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പം പിന്നെ നെയിൽ പോളിഷ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് നേരം അവരുടെ സംസാരങ്ങളൊക്കെ പാടുന്നുണ്ടായിരുന്നു. പിന്നെ ഗുഡ് നൈറ്റ് പോയി ചാച്ചിക്കോ എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഉറക്കട്ടെ, ഗുഡ് നൈറ്റ് എന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നെയും അർജുൻ ശ്രീതു ആ ഒരു പവർ റൂമിലൊക്കെ പോയി പിന്നെയും ഒരു പ്രാവശ്യം ഗുഡ് നൈറ്റ് പറയുന്നു. പിന്നെയും വീണ്ടും വന്ന് ഗുഡ് ബൈ ഒക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു മഹാനായ വ്യക്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു, പാല് കുടിച്ചു കഴിഞ്ഞാൽ രാത്രി ഉറങ്ങാൻ പറ്റും എന്നുള്ള രീതിയിലൊക്കെ. അപ്പം അൻസിബേനെ പറഞ്ഞാണ് അവർ അവിടെ തമാശയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. സോ ഇവിടെ അൻസിബ, ഋഷി, അർജുൻ ഇവരുടെ ആ ഒരു പഴയ വൈബ് ഇല്ലെങ്കിലും ഇവർ ഇപ്പൊ നല്ല കണക്ഷനിലാണ്. അങ്ങനെ ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വലിയൊരു ഗ്രഡ്ജും ദേഷ്യവും കാര്യങ്ങളൊന്നുമില്ല. ഇവർ ഫസ്റ്റ് വീക്ക് വന്ന ആ ഒരു വൈബ് മീൻസ് വലിയ അങ്ങനെ ഭയങ്കരമായിട്ടുള്ള വിശ്വാസവും കാര്യങ്ങളൊന്നും അൻസിബിക്കും ഋഷിക്കും അർജുനോട് ഇല്ലെങ്കിൽ കൂടി ആ ഒരു ഇവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇതുണ്ട്, ഒരു സർക്കിൾ ഉണ്ട്. ആ ഫസ്റ്റ് ഇതിലൊക്കെ കണ്ടേ അത് ഇപ്പോഴും ഉണ്ട് എന്ന് തന്നെ തോന്നുന്നു. സോ എന്തായാലും കണ്ടു തന്നെ അറിയാം ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്. ഓരോരുത്തർ ഗെയിം പ്ലാൻ സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഇത്രയാണ് ഇന്നലെ രാത്രി നടന്ന സംഭവ വികാസങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതൊരിക്കും ബൈ. ഒരു എക്സാം ഉണ്ട്, പോട്ടെ, ഇല്ലെങ്കിൽ വൈകി പോകും.